Assalamualaikum. Hi friends. Welcome back. Zainusfoodtube എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. നോമ്പും പെരുന്നാളൊക്കെ ആയി തിരക്കിലായിരുന്നു. അതിനിടയ്ക്ക് നാട്ടിലും പോയി. അതുകൊണ്ട് ഒരാഴ്ച പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചിക്കൻ മുളകിട്ടതാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി, പുട്ട്, അപ്പം, നൂലപ്പം എല്ലാറ്റിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. ഇനി കപ്പയുടെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ലൊരു കോമ്പിനേഷനാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് ബട്ടൺ പ്രസ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി അതിൻ്റെ റൈറ്റ് സൈഡ് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. അതേസമയം നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ മലബാർ സ്പെഷ്യലായ ചിക്കൻ മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1 കിലോഗ്രാം വരുന്ന ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് നന്നായി വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക. ഇപ്പോൾ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 നുള്ള് ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ഉള്ളി സ്ലൈസ് ചെയ്തത്, 2 പച്ചമുളക് ചതച്ചത്, 2 ഇതൾ കറിവേപ്പില ഇത്രയും പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉള്ളി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 3 തക്കാളി സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ചൊന്ന് മൂടി വെച്ച് വേവിക്കുക. തക്കാളി നന്നായി വെന്ത് വരട്ടെ. അതിന് ശേഷം ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായി ഉടച്ചു കൊടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വാഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീർ ചില്ലിയാണ് ചേർത്തിരിക്കുന്നത്.
ഞാൻ പറയാൻ വിട്ടുപോയതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മുളക് പൊടി തന്നെ 2 ടീസ്പൂൺ ചേർക്കാം. ഈ ചിക്കനിനി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ ചിക്കൻ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിക്കാതെ ചുടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇതാ ചിക്കൻ്റെ ഒപ്പം നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ചിക്കൻ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ കറി ആയി വരുമ്പോൾ കുറച്ച് കുറുകിയാണ് ഇരിക്കുന്നത്, വല്ലാതെ ലൂസായിട്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെ കുറുകി എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില നുള്ളിയിട്ട് കൊടുക്കാം. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ വേറെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.